നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പൂരത്തിന് ആവേശക്കൊടിയിറക്കം. ഇതുവരെ കാണാത്ത കാഴ്ചകളുടെ ആഹ്ലാദ മല കയറി മുന്നണി പ്രവർത്തകർ. കൊട്ടും പാട്ടും ഡിജെയുമൊക്കെ കേരളീയ നഗരങ്ങളെ കിടുക്കി. കളർഫുള്ളായി വർണ്ണമഴയുടെ പെയ്തിറക്കം. UDF-ന് ആവേശമായി വയനാട് വണ്ടൂരിൽ പ്രിയങ്ക ഗാന്ധി. വടക്കാഞ്ചേരിയിൽ ഇടത് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ സാന്നിധ്യം പ്രവർത്തകർക്ക് സമ്മാനിച്ചത് അതിരുകളില്ലാത്ത ആവേശം. രമ്യ ഹരിദാസ് നൂറുകണക്കിന് UDF പ്രവർത്തകർക്ക് ആവേശം പകർന്ന് ചിറ്റൂരിൽ. NDA സ്ഥാനാർത്ഥി സരസു നെന്മാറയിൽ പ്രവർത്തകർക്കൊപ്പം കലാശക്കൊട്ടിൽ കണ്ണിയായി. വെള്ളിയാഴ്ച ജനവിധി. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ വോട്ടുറപ്പിക്കും മണിക്കൂറുകൾ. കൊടും ചൂടിൽ വെന്തുരുകി കേരളം. പാലക്കാട് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂരടക്കം 11 ജില്ലകളിലും ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂരിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റും വീശാമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മലയാളത്തിലെ ആദ്യ 200 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾ വിവാദത്തിന്റെ കൊടുമുടിയിൽ. ഷോൺ ആന്റണി, സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. ആലപ്പുഴ അരൂർ സ്വദേശി സിറാജിന്റെ പരാതിയിലാണ് നടപടി. ചിത്രത്തിന്റെ മുടക്കുമുതലും ലാഭവിഹിതവും നൽകാതെ വഞ്ചിച്ചുവെന്ന് പരാതി. വേലൂർ കുറുമാൽ സാൻഡാമിയാനോ കപ്പൂച്ചിൻ ആശ്രമത്തിലെ കോഴിക്കൂട്ടിൽ കയറിക്കൂടി ഭീമൻ മൂർഖൻ പാമ്പ്. രാത്രിയിൽ പാമ്പിനെ കണ്ടെത്തിയത് കൂട് അടയ്ക്കാനെത്തിയ ആശ്രമവാസികൾ. പാമ്പ് പിടുത്ത വിദഗ്ധൻ പേരാമംഗലം സ്വദേശി ശ്രീകുട്ടൻ പിടികൂടി വനത്തിൽ തുറന്നുവിട്ടു. മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമമായത് പാമ്പിനെ പിടികൂടിയപ്പോൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചതോടെ ജില്ലയിൽ നിരോധനാജ്ഞ. 27 കാലത്ത് 6 മണി വരെ തുടരും. 5-ൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിന് വിലക്ക്. തിരഞ്ഞെടുപ്പ് നിശബ്ദ പ്രചരണത്തിന് അനുമതി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുടേതാണ് ഉത്തരവ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിലും നിരോധനാജ്ഞ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള EDയുടെ 3-ാം നോട്ടീസിനും അവധി ചോദിച്ച് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ബുധനാഴ്ചയും കൊച്ചി ഓഫീസിൽ ഹാജരായില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഹാജരാകാമെന്ന് വർഗീസ്. EDയുടെ അടുത്ത നിലപാടെന്തെന്നത് ശ്രദ്ധേയം. തൃശൂർ ജവഹർ ബാലഭവനിൽ ആനപ്പെരുമ തൊട്ടറിഞ്ഞ് കുട്ടിക്കൂട്ടം. പൂരത്തിന്റെ നാട്ടിൽ ആനച്ചന്തത്തിലലിഞ്ഞ് അവധിക്കാല ക്യാമ്പിനെത്തിയവർ. കുട്ടിക്കൂട്ടത്തിന്റെ കൗതുകകരമായ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ആന വിദഗ്ധൻ ഡോക്ടർ PB ഗിരിദാസ്. ആനവിശേഷങ്ങൾ ആനയെ അറിയാം എന്ന പ്രത്യേക ക്ലാസിൽ. രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപം. മുഖ്യമന്ത്രിയെയും PV അൻവർ MLA-യെയും അതിരൂക്ഷമായി വിമർശിച്ച് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. നികൃഷ്ടജീവി,
പരനാറി പ്രയോഗങ്ങളിലൂടെ പിണറായി വിജയൻ സൃഷ്ടിച്ച സംസ്കാരം തിരിച്ചു വരികയാണെന്ന് മുരളി. രാഷ്ട്രീയ ധാർമ്മികത തെല്ലുമില്ലാതെ വിജയം മാത്രം ലക്ഷ്യമിട്ട് എന്തും ചെയ്യുന്നവരായി UDF NDA മുന്നണികൾ മാറിയതായി ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. തൃശൂർ എടുക്കാനായാൽ ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണെന്നും അവകാശവാദം. ABC ചട്ടങ്ങൾക്ക് പകരമായി കേന്ദ്ര സർക്കാർ 2023 കൊണ്ടുവന്ന പുതിയ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ തെരുവുനായ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് സുപ്രീം കോടതി. കേരളം ഉൾപ്പെടെ നൽകിയ വിവിധ ഹർജികൾ മെയ് 8 പരിഗണിക്കാനായി മാറ്റി. 2023 ചട്ടം ആരും ചോദ്യം ചെയ്തിട്ടില്ലെന്നും പരമോന്നത കോടതി. സംസ്ഥാന പാതയിൽ പാർലിക്കാട് പാടശേഖരത്ത് വീണ്ടും അപകടം. സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്ക്. ചേലക്കര കിള്ളിമംഗലത്ത് പിക്കപ്പ് വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. സ്കൂട്ടർ തകർന്നു. ആലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ റോഡ് ഷോയ്ക്കിടെ നേരിയ സംഘർഷാവസ്ഥ. ചേലക്കരയിൽ ഇടത് മുന്നണി പ്രവർത്തകർ പ്ലക്കാർഡുമായി വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് വന്നതായി UDF. ഗതാഗതം സ്തംഭിച്ചപ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങി ഇടത് പ്രവർത്തകർക്കിടയിലെത്തി രമ്യ ഹരിദാസ്. ബഹളത്തിനിടയിൽ സ്വയം പിരിഞ്ഞുപോയി LDF പ്രവർത്തകർ. ഊരിപ്പിടിച്ച വാളിന് മുന്നിലൂടെ നടന്നു പോയിട്ടില്ലെങ്കിലും നെറികേട് അനുവദിക്കില്ലെന്ന് രമ്യ. വീട്ടുവോട്ടിൽ ജില്ലയിൽ പോളിംഗ് 95.01%. 18,495 പേരിൽ 17,572 പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടിംഗ് ശതമാനം കൂടുതൽ പുതുക്കാട് 1493 പേരിൽ 1448 പേർ വോട്ട് ചെയ്തു. കുറവ് ചാലക്കുടിയിൽ 1805 പേരിൽ വോട്ട് ചെയ്തത് 1861 പേർ. വടക്കാഞ്ചേരിയിൽ 1510 പേരിൽ വോട്ട് ചെയ്തത് 1445 പേർ മാത്രം. ജില്ലയിൽ 2319 പോളിംഗ് ബൂത്തുകൾ. വടക്കാഞ്ചേരിയിൽ 181 ബൂത്ത്.